ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഇന്ത്യൻ സ്പൈസസ് ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു മാക്രോണിയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ ഇത്രയും എനർജി ഉണ്ടാവുന്നത്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എങ്കിൽ മാത്രമേ പുതുതായിട്ട് ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് പോയാലോ? അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒണിയൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവറോ ബ്രോക്കോളി അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ ബീഫാണ് ഒരു 1/4 കിലോ എടുത്തിരിക്കുന്നത്. നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 സവാള സ്ലൈസ് ചെയ്തതും ഒരു 4 പച്ചമുളകും നെടുകെ കീറിയതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ മാഗി ക്യൂബും ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കുക്കർ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ 2 വലിയ സവാളയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ബീഫ് കുക്കാവുന്ന സമയത്തിന് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആയാൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഞാൻ ഈ ഒരു മെഷർമെൻറ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. അതായത് ആ ഒരു പച്ച മണമൊക്കെ മാറുന്നവരെ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ആ ഒരു വിസിൽ വന്നതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. ഒരല്പം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കതൊന്ന് ബീഫ് വേവിച്ചെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് വേണ്ട ചിക്കനാ എന്നുണ്ടെങ്കിൽ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് അത് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുത്താലും മതിയാകും. ചിക്കൻ വെച്ചുണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യം കുറച്ചധികം വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ എണ്ണയിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 85% കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെക്കുമ്പോൾ ബാക്കി അത് കുറച്ചും കൂടി ഒന്ന് കുക്കായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ ഈ പെന അങ്ങോട്ട് പിളർന്നു പോകും. അത് കാണാനൊരു രസം ഉണ്ടാവില്ല. അതങ്ങോട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. പിന്നെ ഒരു കടായിലേക്ക് 3-4 വെളുത്തുള്ളി ചതച്ചതും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എന്തൊക്കെയാണോ അതും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതിലേക്ക് ഞാനിവിടെ നേരത്തെ മാഗി ക്യൂബ് കാണിച്ചു തന്നില്ലേ, മാഗി ക്യൂബ് ഒരു 2 പീസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും സോയ് സോസും ടൊമാറ്റോ കെച്ചപ്പും അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നന്നായി കുക്കായതിന് ശേഷമാണ് ഞാൻ ടൊമാറ്റോ സോസും അതുപോലെ സോയ് സോസും ആഡ് ചെയ്ത് കൊടുത്തത്. ആ സമയത്ത് നമ്മുടെ ബീഫ് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിളിലേക്ക് നമുക്ക് ഈ ബീഫിൻ്റെ പീസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചിങ്ങനെ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ആ മാക്രോണി ഇടുമ്പോഴത്തേക്കും ഭയങ്കര തിക്കായിട്ട് കിട്ടും. ഞാനൊരല്പം ലൂസാക്കുമ്പോഴത്തേക്കും നമുക്കത് മിക്സ് ചെയ്യാനും കഴിക്കാനും നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയ പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ പെനയും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതാ നോക്കി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അസൽ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ സ്മെല്ലാണ്. അസാധ്യ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുന്ന ബീഫ് വെച്ച് ഉണ്ടാക്കുമ്പോൾ. പ്രത്യേകിച്ചും നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മളൊരു ഇന്ത്യൻ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഏതൊരു കുക്കിംഗ് മെത്തേഡിലേക്കും ഞാൻ എൻ്റെ ഒരു സ്റ്റൈലാണ് കൊണ്ടുവരുന്നത്. അതിലേക്ക് എൻ്റെ രീതിയിലുള്ള മസാലയും സ്പൈസസൊക്കെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് നമ്മുടെ ചെദാർ ചീസ് ഉണ്ടല്ലോ അതും കൂടി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് മക്കൾക്കൊക്കെ ചീസും ബട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഹെൽത്തിനും വളരെ നല്ലതാണ്. അതുകൊണ്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതിയാകും. നല്ല ചൂടായിരിക്കുന്ന മാക്രോണിയിലേക്ക് നല്ല ചീസും കൂടി സ്ലൈസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. വളരെ ടേസ്റ്റിയാണ്. നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.